Good morning. Good morning, Miss. Good morning, Miss. Good morning. എല്ലാവരും റെഡിയാണോ? Yes, Miss. Yes. വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും. Good morning, Miss. ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തോ? ഇനി ക്ലാസ്സിനിടയിൽ മിസ് വീണ്ടും വീണ്ടും വീഡിയോ 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 എന്ന് പറയില്ല. ആര് വീഡിയോ ഓഫ് ആക്കുന്നോ അപ്പൊ അവര് തൂക്കി പുറത്തേക്ക് ഇടും. കേട്ടല്ലോ? ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ആരാണോ വീഡിയോ ഓഫ് ചെയ്യുന്നത് അപ്പൊ എടുത്ത് തൂക്കി പുറത്തേക്ക് ഇടുന്നു. കേട്ടല്ലോ? എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. Good morning, Miss. Good morning. Are you ready? Yes. Yes. Good morning, Miss. Good morning. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. Good. കുഴപ്പമില്ല, Miss. ഗുഡ് എന്ന് പറഞ്ഞത് കുഴപ്പമില്ല പറഞ്ഞത് ഒന്നും പഠിച്ചില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ? നല്ലതായിരുന്നു, Miss. കൊറേ മടിയന്മാരാണല്ലേ? ഒന്നും പഠിക്കുന്നില്ല വീട്ടിന്ന്. വീഡിയോ ഓൺ ചെയ്തിരുന്ന എല്ലാരും. Good morning, Miss. ഗുഡ് മോർണിംഗ്. ഓക്കെ അല്ലേ? നമുക്ക് ഏത് ലെസനാണ് എടുക്കേണ്ടത്? 9. അതിനു മുന്നേ പേജ് നമ്പർ 40. Miss, present type ചെയ്യാനായോ? പറ. Present type ചെയ്യാനായോ? ആ പ്രസന്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തോ. ഒരു പ്രാവശ്യം മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്യും. Present type ചെയ്യാനാ. ആ യെസ്, ടൈപ്പ് ചെയ്തോളൂ. ഒരു പ്രാവശ്യം മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. Good morning, Miss. ഗുഡ് മോർണിംഗ്. മിസ്സേ, ശബ്ദം കുറച്ചിട്ടേ കേൾക്കുന്നുള്ളൂ. ആ മിസ് റെഡിയാക്കാം. അതിലെ പേജ് നമ്പർ 46ഉം 47ഉം നിങ്ങൾക്ക് എക്സ്ട്രാ വായിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണത്. റീഡിംഗ് ഓഫ് പ്ലഷർ, ദേശഭക്ത് ഭഗത് സിംഗിന്റെ, പാട്രിയോട്ട് ചൈൽഡ് ഭഗത് സിംഗിന്റെ ഒരു കഥ എവിടെ കൊടുത്തിട്ടുണ്ട്, റീഡിംഗ് ഓഫ് പ്ലഷർ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. മിസ് അത് നോക്കുന്നേ ഇല്ല. നിങ്ങൾ സ്വന്തമായിട്ട് അത് വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരണം. കേട്ടല്ലോ? ശബ്ദം കുറച്ച് നല്ലോണം കേൾക്കാം, Miss. പേജ് നമ്പർ 46 ആൻഡ് 47. നമുക്ക് നെക്സ്റ്റ് ഇന്ന് എടുക്കേണ്ട ലെസൺ ഏതാ? പേജ് നമ്പർ 48 ഫലോം കാ ദാം. എന്താ മെഹൂസ? ഇവിടെ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് അന്നേരം ക്ലാസ് കട്ടായി പോകുന്നതുകൊണ്ട് വീഡിയോ ഓഫ് ആക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ, അവിടെ ഇരിക്കണേ, ഞാൻ ഇടക്കിടക്ക് വിളിക്കുവേ. വീഡിയോ ഓഫ് ചെയ്ത പോലെ. Miss, page number എത്ര? പേജ് നമ്പർ 48. പിന്നെ എല്ലാവരും ഞാൻ ഇന്നൊരു വോയിസ് കൂടി ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. എന്നാ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും? Yes, Miss. എല്ലാം കേട്ടു അല്ലേ? ഫോം ഉണ്ടല്ലേ, സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫോം, ഗൂഗിൾ ഫോം ഉണ്ട്. പേരൻസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഫോം ഉണ്ട് ഗ്രൂപ്പിൽ അയച്ചിട്ട്. എല്ലാ പേരൻസും നിർബന്ധമായും ഇന്ന് 5 മണിക്ക് മുമ്പേ അയച്ചു കൊടുക്കണം. ഏതെങ്കിലും പേരൻസ് വിട്ടുപോയെങ്കിലും ഇനി ചെയ്തോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ചോദിക്കുക, എന്റെ ഫോം
ആ എന്റെ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തണം മക്കൾ കേട്ടോ. ഓരോരുത്തരും ചോദിച്ച് ഉറപ്പ് വരുത്തുക. ചെയ്തിട്ടില്ല എങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുക, പെട്ടെന്ന് തന്നെ പൂരിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ട്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. മെഹഫൂസ് ഒഴികെ ബാക്കി ഒറ്റ എണ്ണം വീഡിയോ ഓഫ് ചെയ്യണ്ട. ആ കയ്യില് വിരല് ഞാൻ അങ്ങനെ അടിച്ച് വീട്ടിൽ വന്ന് അടിച്ച് പൊട്ടിക്കും. നിങ്ങൾ ആ ബട്ടൺ നീക്കുന്നില്ലേ ക്യാമറന്റെ, ആ വിരല് ഞാൻ അങ്ങനെ അടിക്കും, ആ നഖത്തിന് തന്നെ അടിച്ച് പൊട്ടിക്കും. എബിൻ എന്ത് ലേറ്റ് ആയത്? എബിൻ കുറച്ച് ഇപ്രാവശ്യം മടി കൂടിയിട്ടുള്ളത് അല്ലേ? മാർക്കും വളരെ കുറവാണല്ലോ കാണുന്നേ, വളരെ വളരെ പിറകോട്ടാ കാണുന്നത്. പറ്റുകയേ ചെയ്യില്ല, മടി ഒഴിവാക്കുക. പേജ് നമ്പർ 48, 9th lesson, ഫലോം കാ ദാം, കോസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. അദ്ദേഹത്തിന്റെ പേരെല്ലാം കൊണ്ട് മാറ്റിക്കോ. അറിയാലന്നെ അദ്ദേഹത്തിന്, അദ്ദേഹത്തെ ആകെ പേടിച്ചുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം പോയി. ഞാൻ നിങ്ങളെയും കൂടി കൂട്ടണമെന്ന് കരുതിയാണ്, നിങ്ങൾ ആരെങ്കിലും. അപ്പൊ നോക്ക്, ഈ പാഠം നോക്ക്. പാടുക പരിചയ്. പാടുമേം രാജാ കൃഷ്ണദേവ് കെ മന്ത്രി തെനാൽ രാം കി ചതുരായി കാ വർണ്ണൻ ഹെ. ഇതില് രാജാവ് കൃഷ്ണദേവിന്റെ മന്ത്രിയായ തെന്നാലി രാമന്റെ സാമർത്ഥ്യത്തെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. कुछ दरबारियों की योजना का शिकार होने पर तेनालीराम बड़ी चतुराई से समस्या का समाधान निकालकर राजा द्वारा सम्मानित किए जाते हैं. അപ്പോൾ രാജസദസ്സിലെ കുറച്ച് ആൾക്കാർക്ക് ഈ തെന്നാലിരാമനോട് അസൂയ തോന്നി. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു, അവരെന്തോ ഒരു പദ്ധതി ഇവനെതിരെ ഇടുകയും, അപ്പൊ ആ പദ്ധതിയിൽ ഇവൻ അതിഗംഭീരമായി തന്നെ സാമർത്ഥ്യത്തോടു കൂടി തന്നെ ആ ഇത് പൊളിയുകയും ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പറയാനുള്ളത്. പാടുക ഉദ്ദേശം. ഈ പാഠം നിങ്ങൾക്ക് തന്നതിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ചതുരായി സെ സമസ്യാക്ക ഹൽ ഖോജ്നെ കി പ്രേരണാദേന. നമ്മളെ സാമർത്ഥ്യം കൊണ്ട് ഏത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റും എന്നത് പ്രേരിപ്പിക്കുക. കബി ഷഡ്യന്ത്രമേ ശാമിൽ ഹോനേക്ക് സീഖ് ദേന. പിന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഗൂഢാലോചന നമ്മളെ എന്തെങ്കിലും അപകടത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിന്റെ ഉദ്ദേശം. അപ്പൊ നമുക്ക് നോക്കാം, പാഠഭാഗം നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇതില് ആൻസർ ഷീറ്റ് കിട്ടാത്തവരാരും ഇല്ലല്ലോ? എല്ലാവർക്കും കിട്ടിയില്ലേ പേപ്പർ? ഹിന്ദിയിലെ മാർക്ക് കിട്ടിയില്ലേ? ഓക്കെ. നന്നായിട്ട് ആഡ് ഹോംവർക്കും എല്ലാം കൃത്യമായി ചെയ്ത് അയക്കുന്നവർക്ക് 9, 10 മാർക്ക് കിട്ടും. ഹോംവർക്ക് കൃത്യമായി അതാത് സമയത്ത് കോപ്പി റൈറ്റിംഗ് അടക്കം അയക്കുന്നവർക്ക്, അതുപോലെ എക്സാം യൂണിറ്റ് ടെസ്റ്റ് വെക്കുമ്പോൾ നല്ല പഠിച്ച് മാർക്ക് വാങ്ങുന്നവർക്ക്, മടിയ മാർക്ക് ഒന്നും ഉണ്ടാവില്ല. മടിയന്മാർ ആടെ ഇങ്ങനെ ഇരുന്നാ മതി കേട്ടാ. ഇതിൽ കുറെ മടിയന്മാരും മടിച്ചികളുണ്ട്. അല്ല ഇപ്പൊ മാറ്റാൻ മതി, ഈ മാസം കഴിയട്ടെ. നോക്ക്, പാഠഭാഗം നോക്ക്. മിസ് വായിക്കുമ്പോ പാഠഭാഗത്തിലെ സെന്റൻസിലെ കൈവിരൽ ഇങ്ങനെ പോണം, നിങ്ങളുടെ കൈവിരൽ നീങ്ങി പോണം. അതിന് അമ്മേനെ അച്ഛനും ഒന്നും കൂട്ടണ്ട. നിങ്ങളുടെ കൈവിരലുണ്ട് 5 എണ്ണം ഉണ്ട്, അതിൽ 1 മാത്രം കേട്ടാ. തെന്നാലി രാം രാജാ കൃഷ്ണദേവ് കെ ബഹുത് നികട് ഥേ. തെന്നാലി രാമൻ രാജാവായ കൃഷ്ണദേവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. राजा और तेनालीराम की निगड़ता से कुछ दरबारी बहुत ईर्ष्या करते थे. രാജാവും തെന്നാലി എന്താ നിഹാൽ എന്താ പറയുക? പേജ് നമ്പർ 48 48. അപ്പൊ രാജാവിന്റെയും തെനാലിരാമന്റെയും ഈ അടുത്ത സുഹൃബന്ധത്തിലെ അവിടെയുള്ള രാജസദസ്സിലെ കുറെ പേർക്ക് അസൂയ തോന്നി. എന്ത് തോന്നി? ഈർഷ്യ, അസൂയ.
एक बार उन दरबारियों ने मिलकर तेनालीराम को राजा के सामने अपमानित करने की योजना बनाई. Once they planned together to let down Tenali Rama in front of the king. എന്താണ് ഒരു ദിവസം രാജസദസ്സിലുള്ളവരെല്ലാവരും കൂടിയിട്ട് ഈ തെനാലി രാമനെ അപമാനിക്കപ്പെടാൻ വേണ്ടിയിട്ട് അപമാനിതരാവാൻ വേണ്ടിയിട്ട് അവരൊരു പദ്ധതി തയ്യാറാക്കി. എന്തോ ഒരു പ്ലാൻ ചെയ്തു. എന്താ നോക്കാം. दरबारी जानते थे कि किसी के भी कारण प्रजा को हानि होती है तो राजा क्रोध होते हैं. രാജസദസ്സിലവർക്ക് അറിയാം എന്ന് രാജാവിന് പ്രജകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാല് അത് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥയാണ് രാജാവിൻ്റെത്. മുഹമ്മദ് സിനാൻ വയ്യറിലേജ് എന്തു പറ്റി? ദേവാഞ്ജന ആർക്കെ എബിൻ ബിജു സിനാൻ ഇവരെല്ലാം നന്നായിട്ട് പഠിക്കുന്ന മക്കളാണ്ടായിന്. ഇപ്പൊ പിറകോട്ട് പോവേന്നു. മടി എന്ന് പറഞ്ഞ മടി മുഖം കണ്ടറിയാം മടിയന്മാരാണ്. മാർക്കും കുറവല്ലേ? എക്സാം പേപ്പർ കിട്ടിയില്ലേ? മിസ് എപ്പോ പറയുമ്പോ അനുസരിക്കില്ലല്ലോ. ഹോംവർക്ക് ചെയ്യ്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് വിളിക്കുമ്പോഴൊന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യല്ല. ഇങ്ങനെ മാന്യനായിട്ട് നടന്നു. ഇപ്പൊ മാർക്ക് കുറയുമ്പോഴാണ് വിഷമം. സിനാൻ എന്താ ലേറ്റ് ആയത്? ഇപ്പൊ ക്ലാസ് കയറിയത്? എടാ ഇങ്ങോട്ട് നോക്കടാ. ആഗ്നസ് എവിടെ പോയിക്കൊണ്ടിരിക്കുന്നേ? ആഗ്നസ് എപ്പോ ട്രാവലിംഗ് ആ? എടാ യാത്ര ചിറ്റാലിക്കാല് വന്നതാണ്. ഈ ക്ലാസിന്റെ ടൈമിൽ എന്നെ പോണോ? കാജൽ പേജ് നമ്പർ 48 ആണ് പറഞ്ഞത്. പേജ് നമ്പർ 48. ദേവാഞ്ജനെ ഒന്നിനും സമയം കിട്ടിയില്ലേ? കൃത്യസമയത്ത് ക്ലാസ് കയറുന്ന ദേവാഞ്ജന. ഇപ്പൊ അതും പിറകോട്ടായി. വീഡിയോ ഓൺ ചെയ്യാതെ ഒറ്റയാള് ക്ലാസ്സിൽ ഇരിക്കണ്ട കേട്ടോ. നിർബന്ധമായും ക്ലാസ്സിൽ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. മെഹഫൂസ ഒഴികെ. മെഹഫൂസ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. പേജ് നമ്പർ 48 ആ പാരഗ്രാഫ് ഒന്നുകൂടി പറഞ്ഞുതരാം. തെനാലിരാം രാജ കൃഷ്ണദേവിക്ക് ബഹുത്ത് നികടത്തെ. തെനാലിരാമൻ രാജാവായ കൃഷ്ണദേവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അല്ലെ, ബെസ്റ്റ് ഫ്രണ്ട്. രാജാ और तेनालीराम की निकटता से कुछ दरबारी बहुत ईर्ष्या करते थे. രാജാവും തെനാലിരാമനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പില് അവിടെയുള്ള കുറെ രാജസദസ്സിലെ അംഗങ്ങൾക്ക് അസൂയ തോന്നി, ഈർഷ്യ. एक बार उन दरबारियों ने मिलकर तेनालीराम को राजा के सामने अपमानित करने की योजना बनाई. അങ്ങനെ അവര് രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് തെറ്റിക്കാൻ വേണ്ടിയിട്ട്, അവരെ പിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാറ്റാൻ വേണ്ടി. दरबारी जानते थे कि किसी के भी कारण प्रजा को हानि होती है तो राजा क्रोधित होते हैं. അതായത് രാജസദസ്സിലുള്ള എല്ലാ അംഗങ്ങൾക്കും അറിയാം എന്തോന്ന്, അതായത് തന്റെ പ്രജകൾക്ക്, രാജാവിനെ കൃഷ്ണദേവിനെ അറിയാം, കൃഷ്ണദേവിന്റെ പ്രജകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ രാജാവ് ദേഷ്യപ്പെടുമെന്ന് രാജസദസ്സിലുള്ളവർക്ക് അറിയാമായിരുന്നു. इसलिए അതുകൊണ്ട് उन्होंने अपनी इस योजना में एक फल वाले को शामिल कर लिया. അതുകൊണ്ട് ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന കച്ചവടക്കാരനെയാണ് അവര് കണ്ടെടുത്തത് ഇതിനു വേണ്ടിയിട്ട്. ഈ പ്ലാനില് അവരുടെ ഫ്രണ്ട്ഷിപ്പ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവര് പ്ലാൻ ചെയ്തതില് ആരെയാണ് അവർ സെലക്ട് ചെയ്തത്? ഒരു ഫൽവാല, ഫ്രൂട്ട്സ് വിൽക്കുന്നവരെ. फलवाले को सारी योजना समझाकर उसे तेनालीराम के घर के पास ढेला लगाने को तैयार कर लिया.
അതായത് ഫ്രൂട്ട്സ് വിൽക്കുന്ന കച്ചവടക്കാരനെ എല്ലാരും പോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്താ ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത്. തെന്നാലി രാമനോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇവരെന്ത് ചെയ്തു? ഈ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആള് ആരുടെ വീടിന്റെ അടുത്ത് പോയിട്ടാണ് ഫ്രൂട്ട്സ് വിൽക്കുന്നത്? തെന്നാലി രാമന്റെ വീടിന്റെ അടുത്തേക്ക് പോയിട്ട്. അപ്പോഴെന്താ സംഭവിച്ചത്? एक शाम तेनालीराम ने घर के पास फल वाले को देखकर उससे फलों का दाम पूछा. അപ്പൊ വീടിന്റെ അടുത്ത് ഫ്രൂട്ട്സ് വിൽക്കുന്ന കണ്ടപ്പോഴേ ആ കച്ചവടക്കാരനോട് ചോദിച്ചു, എന്ത്, എത്രയാണ് ഫ്രൂട്ട്സിന് വില? അങ്ങനെ ചോദിക്കൂലേ, എത്രയാണ് വില? യോജനയ്ക്ക് അനുസാർ ഫൽ വാലനെ കഹ ദിയ. അപ്പൊ അയാളെ പ്ലാനിങ്ങിനനുസരിച്ച് അയാൾ മറുപടി നൽകി. എന്താ മറുപടി നൽകിയത്? आपके लिए फलों का दाम कुछ नहीं है. നിങ്ങൾക്കാണെങ്കിൽ പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ് കേട്ടോ. तेनालीराम के बार बार पूछने पर भी वह अपनी बात पर अड़िंग रहा. കുറെ തവണ തെനാലിരാമൻ ചോദിച്ചു, എത്രയാണ് ഇതിന്റെ വില, ഈ ഫ്രൂട്ടിന്റെ വില എത്രയാണ്, അങ്ങനെ ഓരോ ഫ്രൂട്ട്സിന്റെയും വില എത്രയാണെന്ന് കുറെ തവണ ചോദിച്ചു. പക്ഷേ ആ കച്ചവടക്കാരൻ ആ പറഞ്ഞ കാര്യത്തിലൊന്നും തീരുമാനം മാറ്റിയില്ല. എന്താണ് പറഞ്ഞത്? നിങ്ങൾക്കാണെങ്കിൽ എത്ര പൈസ എന്നല്ലേ, പൈസ ഇല്ല, അതായത് ഫ്രീ ആയിട്ട് തരാന്നുള്ളത്. ആ തീരുമാനത്തിലെത്തി. जब तेनालीराम फल लेकर घर जाने लगे तो वह आवाज लगाकर बोला. അങ്ങനെ തെനാലിരാമൻ അയാളുടെ ഫ്രൂട്ട്സ് വാങ്ങി വീട്ടിലേക്ക് നടന്നു പോയി. ഷമ്മിലെ വയ്യാറിലേറ്റ് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സുഖം ഉണ്ടല്ലേ. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഏത് സമയത്ത് എവിടെ നിന്നും ക്ലാസ് കയറാം. ഓൺലൈൻ ക്ലാസ് ആണോ നല്ലത്, ഓഫ്ലൈൻ ക്ലാസ് ആണോ? ഏതിനോടായി ഓൺലൈനായിട്ട് പൊരുത്തപ്പെട്ടു അല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നു ഗുണകരമായി ഓൺലൈൻ ക്ലാസ് ആണ്. എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്. എന്തെല്ലാം ഗുണങ്ങളുണ്ട് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആകുമ്പോ? എക്സാമിന് ഫുൾ മാർക്ക് അല്ലേ? പഠിച്ചോ പഠിക്കാതോ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ഏത് സമയത്തും ക്ലാസ് തുടങ്ങിയാല് ഏത് സമയത്തും ക്ലാസ് കയറിയിരിക്കാം. മേ കമ്മിങ് സർ ഒന്നും ചോദിക്കണ്ട അല്ലേ? മറ്റേ നമ്മൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ സ്കൂളിലാണെങ്കിലോ ക്ലാസ്സിലേക്ക് കയറാൻ വിടുവാ? ഇല്ല, എന്താ ലേറ്റ് ആയി ചോദിക്കും. ഇതല്ല, ഇത് ഏത് സമയത്തും കയറി ഇടക്കൊന്ന് കയറിയിരിക്കാം. പക്ഷെ സജിത മിസ് എങ്ങനെയാലും കണ്ടുപിടിക്കും. എവിടുന്ന് കയറിയിരുന്നാലും മിസ് കണ്ടുപിടിക്കും. ഇതാ കാജല്, ഷംബീല് ഇവരെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പിൽ വന്ന് കയറിയിരുന്ന നോക്ക്. അപ്പൊ നിങ്ങൾക്ക് പൈസ ഒന്നും, നിങ്ങളാണെങ്കിൽ പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ തെനാലിരാമൻ എന്ത് ചെയ്തു? കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ആ ഫ്രൂട്ട്സ് വിൽക്കുന്ന അദ്ദേഹം എന്താ പറഞ്ഞറിയോ? वह आवाज लगाकर बोला, मेरे फलों के दाम तो देते चाहिए. എന്റെ ഫ്രൂട്ട്സിന്റെ പൈസ ഇങ്ങ് തന്നിട്ട് പോയാലൊന്നും. അയാൾ എന്താ വിളിച്ചു പറഞ്ഞത്? എന്റെ ഫ്രൂട്ട്സിനുള്ള പൈസ ഇങ്ങ് തന്നേക്കുന്ന. അല്ല ആദ്യം എന്താ പറഞ്ഞത്? നിങ്ങളാണെങ്കിൽ ഫ്രീ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഇപ്പൊ അയാള് വാങ്ങി പോകുമ്പോഴാണ് പറയുന്നത് എന്റെ ഫ്രൂട്ട്സിന്റെ വില ഇങ്ങ് തന്നേക്ക്. തെനാലിരാം ഹൈരാൻ ഹുയേ. തെനാലിരാം ആശ്ചര്യ ഹുയേ. തെനാലിരാമൻ ആകെ ആശ്ചര്യപ്പെട്ടു പോയി. എന്താണ്? എന്ത് കാജലെ? നോക്കുക. तेनालीराम हैरान हुए पर समझ गए कि दाल में कुछ काला है. तेनालीराम was surprised and realized that there was something fishy. എന്താ പറഞ്ഞത്? दाल में कुछ काला है. दाल എന്താ? दाल അറിയാം? ദാൽ അറിയാം, പരിപ്പില് ധാന്യവർഗങ്ങള്. ആ കുച്ച് കാലാഹെ, അതില് കുറച്ച് കറുപ്പുണ്ട്. തെനാലിരാം പോലെ ഭയ്യ അഭി തോ ആപ് കഹ് രഹേ थे कि फलों का दाम कुछ नहीं है.
അയ്യോ സഹോദര, നിങ്ങളല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത് എന്ത് ഇതിന് പൈസയൊന്നും വേണ്ടാന്ന്. Brother, just now you said the cost is nothing and now you are asking for money. I don't understand. എന്താ? और अब आप दाम मांग रहे हैं. ഇപ്പൊ പിന്നെ എങ്ങനെ നിങ്ങളെ അതിന്റെ പൈസ ചോദിക്കുന്നത്? बात कुछ समझ नहीं आई. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത്. I don't understand. എനിക്ക് എങ്ങനെയും ക്ലിയർ ആവുന്നില്ല, മനസ്സിലാവുന്നില്ല. ഫൽ വാല ബോല. അപ്പൊ എന്താ പറഞ്ഞ ഫ്രൂട്ട്സ് വിളിക്കുന്നവളെ? മേരെ ഫൽ മുഫ്ത് നഹി ഹേ. മേരാ ഫൽ മുഫ്ത് നഹി ഹേ. എന്റെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നല്ല, ഫ്രീ ഒന്നല്ല, ഫ്രീ ആയിട്ട് വിൽക്കുന്നല്ല. ഇൻകാ ദാം കുച്ച് നഹി ഹേ. ഇതിന് വിലയുണ്ടല്ലേ? അതായത് ഇതിന് പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞാലും ഇതിന് വിലയുണ്ട്. यदि अपने दाम नहीं दिए तो मैं महाराज से आपकी शिकायत कर दूंगा. നിങ്ങൾ എനിക്ക് പൈസ തന്നില്ലേ ഞാൻ എന്തായാലും രാജാവിന്റെ അടുത്ത് ഇത് പറയും, പരാതിപ്പെടും. अब तेनालीराम समझ गए कि अवश्य ही इसमें कोई षड्यंत्र है. അപ്പൊ ഈ തെനാലിരാമന് കാര്യം മനസ്സിലായി. ഫെഡ്രിൻ, ആഹാ, എത്ര മണിക്കിട്ട ക്ലാസ്? ചിരിക്കൊന്നും വേണ്ട, നീ ചിരിക്കേ വേണ്ട. ക്ലാസ് എത്ര മണിക്കാന്നേ പറയണ്ടു. എത്ര മണിക്കാ ഹിന്ദിയുടെ ക്ലാസ്? സമയം പറഞ്ഞ എത്ര മണിക്കാ ക്ലാസ്? 11:30. 11:30. നിന്റെ ക്ലോക്കിൽ 11:30 ഇപ്പോഴാണോ ആയത്? അല്ല, എന്താ ലേറ്റ് ആയത്? മറന്നുപോയി. അമ്മ ഒരു ഫോൺ കോളിലായിരുന്നു. അമ്മ ഫോൺ കോളിലായതുകൊണ്ട് മോൻ മറന്നുപോയി. മോന് ബോധം ഉണ്ടെങ്കിൽ അമ്മയോട് പറയില്ലേ എനിക്ക് ക്ലാസ് ഉണ്ട്, അമ്മയെ ഫോൺ വേണമെന്ന് പറഞ്ഞൂടെ? അപ്പൊ മോന് നിന്റെ വീടിന്റെ അടുത്തല്ലേ? ഞാൻ ഇപ്പൊ തരും, ചൂരിൽ കഷായം കൊണ്ട് വരുന്നുണ്ട് അങ്ങോട്ടെ. നിന്റെ മറവിക്കിലെ മരുന്നും കൊണ്ട് ഞാൻ ഇപ്പൊ വരും, ക്ലാസ് കഴിയട്ടെ. മറന്നുപോയി. അപ്പൊ നോക്കുക, അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായത് ഇതെന്താണ്? ഇത് എന്തോ ഒരു ഗൂഢാലോചന, എന്തോ ഒരു പ്ലാനിങ് ആണ്, എന്നെ എന്നോ ചതിക്കാൻ വേണ്ടി ചെയ്ത പ്ലാനിങ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബിനാ കുച്ച് പോലെ വേ അപ്പനെ ഘർ ചലേംഗെ. എന്തോ കുറച്ചു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പൈസ കൊടുക്കാതെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി. അഗലെ ദിൻ ഫൽവാലനെ സാരി ഘടന രാജാക്കോ ബദാദി. പിറ്റേ ദിവസം രാജാ കൃഷ്ണറാവിന്റെ അടുക്ക പോയിട്ട് ഈ ഫ്രൂട്ട്സ് വിൽക്കുന്ന അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ കാര്യവും പറഞ്ഞു. അവർ രാജാനെ തെനാലിരാം കോ ദർബാർ മേ ഹാസിർ ഹോനെ കാ ആദേശ് ദേ ദിയ. അങ്ങനെ രാജാവ് തെനാലിരാമനോട് അവിടത്തേക്ക് ഹാജരാവാൻ വേണ്ടി ആജ്ഞാപിച്ചു. തെനാലിരാം തോ പഹ്ലെ ഹി സബ് കുച്ച് ജാൻതേ ഥേ. തെനാലിരാം ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. इसलिए रत्न जड़ एक संदूक साथ लेकर आए थे. അദ്ദേഹം ഒരു ബോക്സ്, ഒരു പെട്ടിയും എടുത്താണ് രാജസദസ്സിലേക്ക് അദ്ദേഹം വന്നത്. अगले दिन दरबार में राजा का आदेश मिलते ही फल वाले ने तेनालीराम के सामने सारी बात दोहरा दी. പിറ്റേ ദിവസം രാജസദസ്സിൽ വെച്ച് വീണ്ടും രാജാവ് ആജ്ഞാപിച്ചത് പ്രകാരം ആ ഫ്രൂട്ട്സ് വിൽക്കുന്ന അദ്ദേഹം അയാൾ എന്ത് ചെയ്തു? എല്ലാ കാര്യവും തെനാലിരാമന്റെ മുന്നിൽ നിന്ന് ഒന്നുകൂടി പറഞ്ഞു. ദോഹരാദി, ദോഹരാന പറഞ്ഞാൽ ആവർത്തിച്ചു പറയും. ഒന്ന് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന നമ്മൾ എന്ത് പറയാ? ദോഹരാന. ജൈസേ ഹി ഫൽവാലനെ അപ്നി ബാത് പൂരി കി. എപ്പോഴാണോ ആ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആള് പറഞ്ഞു നിർത്തിയത്, തെനാലിരാമനെ ഫൽവാലെ സെ കഹ. അപ്പൊ തെനാലിരാമൻ അദ്ദേഹത്തിനോട് എങ്ങനെ പറഞ്ഞെന്നറിയോ? ക്ഷമാ കരേം
कल मेरे पास आपके फलों का उचित दाम नहीं था. ക്ഷമിച്ചാല് സഹോദര, ഇന്നലെ എന്റെ കയ്യിൽ തരാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. इसलिए दाम नहीं दे सका. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പൈസ തരാതിരുന്നത്. ആജ് ദാം ലേക്കർ ആയാഹു. ഇന്ന് ഞാൻ അതിനുള്ള പൈസയൊക്കെ കരുതിയിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. ഇന്നലെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയായിരുന്നു. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 50. ആഗ്നസ് അവിടെ എത്തിയോ? നോ. ഓക്കെ. ऐसा कहकर उन्होंने रत्नजटित संदूक फल वाले को दे दिया. അപ്പൊ ഇന്നലെ എന്റെ കയ്യിൽ പൈസ ഇല്ലാതെയിരുന്നു, അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പെട്ടി ആരെ ഏൽപ്പിച്ചു? ആ ബോക്സ് ഫൽവാലേക്ക് അല്ലേ? സന്ദൂഖ് ഹാത്ത് മേ ആത്തെ ഹി ഫൽവാലേക്ക് ഖുശി കാ ടിക്കാനാ നഹീ താ. ആ ബോക്സ് കിട്ടിയിട്ടും ആ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്ക് ഒരു സന്തോഷവും തോന്നിയില്ല. കാരണം എന്തേ? തെന്നാലി രാമനും രാജാവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തല്ലേ, ഇങ്ങനെ ഒരു പ്ലാനിങ്. പക്ഷെ ഇദ്ദേഹം പൈസയും കൊണ്ട് വന്നത് കൊണ്ട് അയാൾക്ക് സന്തോഷം തോന്നിയില്ല. ഉസ്നെ സോച്ച, അദ്ദേഹം ചിന്തിച്ചു, അബ് മുझे काम करने की कोई जरूरत नहीं होगी. അദ്ദേഹം അന്നേരം ഈ ബോക്സ് കാണുമ്പോ എന്താ ചിന്തിച്ചെന്നറിയോ? ഇനി എനിക്ക് ജോലി ഒന്നും ചെയ്യേണ്ടി വരില്ല. കാരണം ആരാംസെ ഘർ ബൈഠ്കർ ഗാവുങ്ക, വീട്ടിലിരുന്നിട്ട് വിശ്രമിച്ചുകൊണ്ട് ഒരു പണിയും എടുക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാന്ന് അയാൾ മനസ്സിലാക്കി. കാരണം എന്തേ? പെട്ടിയല്ലേ കൊടുത്തിരിക്കുന്നത്, ബോക്സ് നിറയെ എന്തോ ഉണ്ടെന്നാ വിചാരിച്ചത്. അബി വഹ് യേ സബ് സോച്ച് ഹി രഹാ താ കി തെനാലിരാം കി ആവാസ് ഉസ്കെ കാനോ മേ പടി. ഇങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാനിങ് ചെയ്യുമ്പോഴാണ് തെനാലിരാമൻ വീണ്ടും ചോദിക്കുന്നത്, എന്തോ പറയുന്ന കാര്യം കേട്ടത്. ഭയ്യ ആപ് അപ്നാ ദാം ലേലോ ഔർ സന്ദൂഖ് വാപ്പസ് ദേ ദോ. അയ്യോ സഹോദര, നിങ്ങൾ നിങ്ങളുടെ പൈസ എത്രയാന്ന് വെച്ചാൽ അതിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ബാക്കി പെട്ടി ബോക്സ് എന്നെ തിരിച്ചേൽപ്പിക്കുക. ഫൽവാലനെ ജൈസേ ഹി സന്ദൂഖ് ഗോലാ തോ ദേഖാ സന്ദൂഖ് ദോ ഖാലി ഥാ. അദ്ദേഹം ആ പെട്ടി അങ്ങ് തുറന്നു നോക്കി. അപ്പൊ എന്താ കണ്ടത്? ഖാലി ഥാ, സന്ദൂഖ്, ബോക്സില് ഒന്നുമില്ല. പറ്റിച്ചതായിരുന്നു അല്ലേ? നത്തിങ് അല്ലെ? സന്ദൂഖ് തോ ഖാലി ഥാ, നത്തിങ്, അതിലൊന്നുമില്ല, വെറും കാലിയായിരുന്നു. വഹ് തബാഗ് സെ ബോല ഇസ്മേൻ തോ കുച്ച് നഹീ ഹേ. അപ്പൊ അയാള് പറഞ്ഞു, ഇതിലൊന്നുമില്ലല്ലോ. ഇസ്മേൻ തോ കുച്ച് നഹീ ഹേ. തെനാലിരാം ബഡി വിനമ്രത സെ ബോല, തോ ബായ് അപ്നാ കുച്ച് നഹീ ലേലോ. ഒന്നുമില്ല, കുറച്ചൊന്നുമില്ല അല്ലേ പറയുന്നേ? ആ ഒന്നുമില്ല പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചെടുത്തത്. യഹി ദാം ബതായ ധാന തുമ്നെ കുച്ച് നഹീ. നിങ്ങള് ഇന്നലെ പഴം വിൽക്കുമ്പോഴേ എന്നോട് പറഞ്ഞെന്താ? കുച്ച് നഹീ. അപ്പൊ ആ കുച്ച് നഹീ എന്ത് ചെയ്യണം? കുച്ച് നഹീ എന്ന് പറഞ്ഞാല് ഒന്നുമില്ല എന്നർത്ഥം. ഒന്നുമില്ല, കുച്ച് നഹീ. അപ്പൊ ആ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആ സെന്റൻസ്, അപ്പൊ നിങ്ങൾ ഈ ബോക്സ് നിന്ന് എടുക്കേണ്ടത് അതിലൊന്നുമില്ലല്ല, അതെടുത്തോ. ഒന്നുമില്ല എന്ന് പറഞ്ഞത് കുച്ച് നഹീ. രാജാ മൻ ഹി മൻ തെനാലിരാം കി ചതുരായി പർ മുസ്കുരാ രഹേ थे. രാജാവിന് വളരെയധികം സന്തോഷം തോന്നി തെനാലിരാമന്റെ സാമർത്ഥ്യത്തോട്. ഫൽവാലെ ഔർ ദർബാരിയോ की हालत देखने लायक थी. ആ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആളുടെയും ആ രാജസദസ്സിലെ മറ്റുള്ളവരുടെയും അവസ്ഥ ഒന്ന് കാണേണ്ടതായിരുന്നു. രാജാനെ തെനാലിരാം കോ ഉൻകി ചതുരായി के लिए स्वर्ण मुद्राएं देकर सम्मानित किया. രാജാവ് തെനാലിരാമനെ സ്വർണ്ണ മുദ്രകൾ, സ്വർണ്ണ പതക്കങ്ങൾ നൽകിയിട്ട് അവനെ ആദരിച്ചു. അവന്റെ ആ സാമർത്ഥ്യത്തോട് അതിനുള്ള പുരസ്കാരമായിട്ട് സ്വർണ്ണ പതക്കങ്ങൾ നൽകി ആദരിക്കുകയുണ്ടായി. മനസ്സിലായോ ആ കഥ? ആ ലെസൺ മനസ്സിലായോ? മിസ് ആ പറഞ്ഞു.
ഈ പരീക്ഷ പേപ്പർ എപ്പ സ്കൂളിലേക്ക് തരേണ്ടത്? അത് പറയും. എന്താ പറയണ്ടേ, പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യാൻ വേണ്ടി പേരൻസിനെ വിളിപ്പിക്കുന്നില്ലേ? അപ്പൊ പേപ്പർ എല്ലാം എടുത്ത് കെട്ടി വെച്ച് റെഡിയാക്കി വിട്ടോ. Excuse me, ma'am. യെസ്, ആരാ? Alan Saj. എന്താ? Ma'am, ഞാൻ അലൻ സാജ്. പറഞ്ഞോളൂ. എന്റെ സൗണ്ട് കുറവ് അലന്നെ. അലന്റെ സൗണ്ട് കുറവ്. മാം പരീക്ഷ പേപ്പർ സബ്മിറ്റ് ചെയ്യണോ മാം? ആ, അന്നേ പറഞ്ഞിട്ടില്ലേ പരീക്ഷ പേപ്പർ സബ്മിറ്റ് ചെയ്യണമെന്ന്. എല്ലാം കൊടുത്തു വിട്ടുവാ. സ്കൂളില് മാം, സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണോ? സ്കൂളില്? ആ, സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണം മോനെ. അത് പേരൻസ് ഇവിടെ സൈൻ ചെയ്യാൻ വരുമ്പോ അവരുടെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടി പറയും. ഗ്രൂപ്പിൽ അയക്കും അത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഓരോ പേപ്പറും നിർത്തി എവിടെ പാക്ക് ചെയ്ത് വെച്ചോന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? എല്ലാം തോണിയാക്കി കളിച്ചോ? മഴ പെയ്തോണ്ട് എക്സാം പേപ്പർ എല്ലാം തോണിയാക്കിയോ? നോ. ഓക്കെ. അപ്പൊ നോക്കുക, ഫലോം കാ ദാം, കോസ്റ്റ് ഓഫ് ഫ്രൂട്ട്സിലെ ലെസൺ മനസ്സിലായോ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം, മനസ്സിലായിട്ടില്ല എങ്കിൽ മനസ്സിലായിട്ടില്ല മിസ്സിന് പറഞ്ഞോ. മനസ്സിലായി. മനസ്സിലാകാത്തവരുടെ ഒന്ന് തമ്പ് കാണിച്ചേ. ആ പാഠം മനസ്സിലാകാത്തവരുടെ ഒന്ന് തമ്പ് കാണിച്ചേ. ആഷിൻ വീഡിയോ ഓഫ് ആക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ആഷിനോട് എന്നോട് വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞ ഇപ്പൊ അല്ലേ മിസ് പറയുമ്പോ? ആ, നെറ്റ് പ്രോബ്ലം തന്നെ. ആഗ്നസ് അപ്പൊ എയ്മി ക്ലാസ് കയറൂലേ പിന്നീട്? ഓക്കെ. അപ്പൊ നോക്കുക, ആ പാഠഭാഗം മനസ്സിലായ? ആരത് വായിക്കുന്നത് ഫസ്റ്റ്? ദേവപ്രിയ ഫസ്റ്റ് തുടങ്ങിക്കോ. ദേവപ്രിയ സ്റ്റാർട്ട് ചെയ്തോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. ക്ലാസ് കട്ടാവാറായി, നോക്കിക്കോ. എല്ലാവരും പാഠഭാഗം ശ്രദ്ധിക്കണം. കിട്ടാത്ത വാക്കുകൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. तेनाली राम राजा कृष्णदेव का बहुत निकट दो। राजा और तेनालीराम की निकटता से कुछ दरबारी बहुत हृदय करते हैं, ईर्ष्या करते थे। एक बार उन दरबारियों ने मिलकर तेनालीराम को राजा को सामने अपमानित करने की योजना बनाई। दरबारी जानते थे कि किसी को भी कारण प्रजा को हानि होती है तो राजा क्रोधित होता है। इसलिए उन्होंने अपनी इस उन्होंने अपनी इस योजना में एक फल वाले को शामिल कर लिया। फल वाले को सारी फल वाला को सारी योजना समझाकर उस तेनालीराम के घर के पास डेला लगाने को तैयार कर लिया। एक शाम तेनालीराम ने घर के पास फल वाले को देखकर उससे फलों का दाम पूछा। योजना के अनुसार फल वाले ने कह दिया, आपके लिए फलों का दाम कुछ नहीं हो।
तेनालीराम के बार बार पूछने पर भी वह अपनी बात पर अडिग रहा। जब तेनालीराम फल लेकर घर जाने लगे तो वह आवाज लगाकर बोला, मेरे फलों के दाम तो देता चाहिए। तेनालीराम हैरान हुए पर समझ गई कि दाल में कुछ काला है। तेनालीराम बोले, भैया अभी तो आप कह रहे थे कि फलों का दाम कुछ नहीं है और अब आप दाम मांग रहे हैं। बात कुछ समझ नहीं आई। फल वाला ദേവാഞ്ജന അഥവാ വായിക്കുന്നതിനിടയിൽ കട്ടായി പോയെങ്കിൽ നെക്സ്റ്റ് വായിപ്പിക്കും എല്ലാവരും. ആരോണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കുവേ. അടുത്ത ക്ലാസ്സിൽ ഷെഫി അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കും. ആഗ്നസും അടുത്ത ക്ലാസ്സിൽ റെഡി ആയിക്കോ, വായിപ്പിക്കും. വായിച്ചു ദേവാഞ്ജന വായിച്ചു. फल वाला बोला, मेरे फल मुफ्त नहीं है, इनका दाम कुछ नहीं है। यदि अपने दाम नहीं दिए तो मैं महाराज से आपकी शिकायत कर दूंगा। अब तेनालीराम समझ गए कि अक्षय ही इसमें कोई पट्यंत्र है। बिना कुछ बोले वे अपने दर चले गए. ओके ओके. नेक्स्ट आग्नेस वाइचो. आग्नेस अगले दिन फल वाले ने सारी घटना राजा को बता दी और राजा ने तेनालीराम को दरबार में हाजिर होने का आदेश दे दिया. तेनालीराम तो पहले ही सब कुछ जानते थे, इसलिए ओके आग्नेस ऑन द वे. ओके कटावर आइले. ओके आग्नेस ക്ലാസ്. ഓക്കെ ആഗ്നസ് ക്ലാസ് കട്ടാവാറായി. എല്ലാവരും അവിടെ നിന്ന് വായിക്കണം. വേർഡ് മീനിങ്ങിൽ എഴുതി വെച്ചോട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ബാക്കിയുള്ളവരെയും കൂടി വായിപ്പിക്കും. കൃപ എന്തൊരു വിഷമം പോലെ കൃപ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ ഇല്ല അല്ലെ ആഗ്നസേ? ഓക്കെ ക്ലാസ് കട്ടാവാറായി. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളവരെ വായിപ്പിക്കും കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യണം? ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു 3-4 പ്രാവശ്യം ഇന്ന് തന്നെ അടുത്ത ക്ലാസ്സിന് മുന്നേ ഒന്ന് വായിച്ച് റെഡി ആവണേ.